നമസ്കാരം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോടിനെ മൊത്തത്തിൽ അഗ്നി വിഴുങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാവൂർ റോഡിലുള്ള മൊഫീസിൽ ബസ് സ്റ്റാൻഡിലാണ് തീപിടുത്തമുണ്ടായത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയ്ക്കാണ് വൈകിട്ട് 5 മണിയോടെ തീപിടുത്തമുണ്ടായത്. 5 മണിക്ക് ആരംഭിച്ച തീ 1 മണിക്കൂറായിട്ടും, അതായത് 1.5 മണിക്കൂറായിട്ടും ഇപ്പോഴും അതേ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ അണച്ച സ്ഥലത്ത് നിന്നും വീണ്ടും അഗ്നി രക്ഷാസേനകൾ വേറൊരു സ്ഥലത്തേക്ക് മാറി തീ അണയ്ക്കുമ്പോൾ തീ അണച്ച ആ സ്പോട്ടിൽ തന്നെ വീണ്ടും തീ കത്തുന്നത് വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും തീ അണയ്ക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. 2 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കാനായി എത്തിയത്. 5 മണിക്ക് തുടങ്ങിയ തീപിടുത്തം വലിയ രീതിയിൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപ ജില്ലകളിൽ നിന്നടക്കം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം എത്തുന്നുണ്ട്. കോഴിക്കോട് കളക്ടറും IG അടക്കം സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ റോഡുകളെല്ലാം തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മറ്റ് കടകളിലുള്ള സമീപത്തുള്ള എല്ലാ കടകളിലും അടച്ചിട്ട് അവിടുത്തെ ജീവനക്കാരോട് അവിടെ നിന്നും മാറാനും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവിടെ വൈദ്യുതി അടക്കം വിച്ഛേദിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് കൂടുതലായി ശ്രമം നടത്തുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ സ്ഥലത്ത് നിന്നും പല ജില്ലകളിൽ നിന്നും കോഴിക്കോടേക്ക് എത്തിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലെ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച വൈകുന്നേരമായതിനാൽ ഇവിടെ ജനത്തിരക്ക് കൂടുതലാണ്. സ്ഥലത്ത് നിന്നും ആളുകളെ മാറ്റുകയും അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണമടക്കം പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ബുക്ക് സ്റ്റാളിനോട് ചേർന്ന ഭാഗത്ത് നിന്നാണ് ആദ്യം തീ ഉയർന്നത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയിലേക്കും അടുത്തുള്ള മറ്റ് കടകളിലും തീ വ്യാപിച്ചു. കൂടുതൽ കടകളിലേക്ക് തീ ആളിപ്പടരാതിരിക്കാൻ അഗ്നിരക്ഷാസേന കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് നിലവിൽ സ്ഥലത്തുള്ളത്. കൂടുതൽ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകൾ മുഴുവൻ മാറ്റി ആളുകളേക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന കടകൾ പൂട്ടിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള അതീവ ശ്രമത്തിലാണ്. ആർക്കും ഒരു ആൾപായമില്ല എന്നതാണ് ഒരു സന്തോഷകരമായ ഒരു വാർത്ത. തീ അണയ്ക്കാനായി ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സിന് കനത്ത വെല്ലുവിളിയാണ്. കെട്ടിടത്തിന്റെ മറ്റ് നിലകളിൽ ഉണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. മീഞ്ചന്ത വെള്ളിമാടിക്കുന്ന് ബീച്ച് സ്റ്റേഷനിലെ 4 യൂണിറ്റുകളാണ് തീ അണയ്ക്കാനായി ശ്രമിക്കുന്നത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം. തുടർന്ന് മറ്റു കടകളിലേക്കും തീ വ്യാപിക്കുകയായിരുന്നു. കടയിലും ബിൽഡിങ്ങിലും ഉണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവായി. ഇനി തീ അണയ്ക്കാൻ ഒരു ശ്രമം ഉണ്ടായില്ലെങ്കിൽ, അതായത് വലിയ രീതിയിൽ ഒരു കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഫയർഫോഴ്സിന് തീ അണയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിമാനത്താവളങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന പാന്താർ പോലെയുള്ള ഹൈ പവർ ടെക്നോളജി ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം ഈ കോഴിക്കോടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും കളക്ടറുടെയും IG ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം, ഞാൻ രജിത്ത്, LMRK ഫൗണ്ടർ, മുരുകഭക്തൻ. തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്ദ മഹാഹോമം നടക്കാൻ പോവുകയാണ്. അതിൽ മെയ് 16-ാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട്. കേരളത്തിലും മുരുകഭഗവാന്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ്. അത് വളരെ വളരെ ആത്മീയ രംഗത്ത്, ഊർജ്ജരംഗത്ത്, കേരളത്തിൻ്റെ ഊർജ്ജരംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ മെയ് 16-ാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും. നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം. എല്ലാവർക്കും മുരുകന്റെ അനുഗ്രഹം കിട്ടട്ടെ. ഓം ശരവണ ഭവായ നമഃ.